ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിൻ്റെയും അനിയുടെയും പ്രണയം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സച്ചിയുമായിട്ടുള്ള ആ ബന്ധം ഒഴിഞ്ഞ പിന്നെ ആകെ ഒരു സമാധാനമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ നയന പ്രഗ്നൻ്റ് ആകുന്നുണ്ട് കേട്ടോ. ആ സന്തോഷം അറിയിക്കാനായിട്ട് അനി നവീൻ്റെ വീട്ടിലേക്കും അതുപോലെ നന്ദുവിൻ്റെ അടുത്തേക്കും ചെല്ലുന്നുണ്ട്. അങ്ങനെ അനി നന്ദുവിന് ലഡു വായി വെച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ നവീന് നന്ദുവിനെ ഇഷ്ടമാകുന്നുണ്ട് കേട്ടോ. അനി നവീൻ്റെ ഇരിക്കെ ചെന്ന് വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ നവീന് ആകെ ഒരു നാണമൊക്കെ വരുന്നുണ്ട്. നവീൻ പറയുന്നുണ്ട് അവൻ്റെ മനസ്സിൽ നല്ലൊരു പെണ്ണുണ്ട് എന്നൊക്കെ. അപ്പോൾ പക്ഷെ അനി അപ്പോഴും നവീനോട് പറയുന്നില്ല കേട്ടോ നന്ദുവും അനിയും തമ്മിൽ പരസ്പര സ്നേഹത്തിലാണെന്നുള്ള കാര്യം. അവിടെയും നവീനോട് അനി അത് മറച്ചു വെക്കാണ് കേട്ടോ. ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടും പല കാര്യങ്ങളും അനി നവീനോട് മറച്ചു വെക്കുന്നത് തന്നെയുണ്ട്. ഇനി ഇതായിരിക്കട്ടെ അടുത്ത പ്രശ്നം. അടുത്ത നല്ലൊരാളെ കണ്ടുപിടിച്ച് നന്ദുവിൻ്റെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ ഗോവിന്ദനും കനകയും. അത് നവീനും നന്ദുവിനെ ഇഷ്ടമാണെന്നോട് അറിയുമ്പോൾ അവർക്ക് പൂർണ്ണ സമ്മതമായിരിക്കും. നവീനെക്കുറിച്ച് കൂടുതലൊന്നും അന്വേഷിക്കേണ്ടതായിട്ടും അവർക്ക് വരികയില്ല. കാരണം അത്രയും നല്ല വലിയ കുടുംബവും നല്ല സ്വഭാവവും പഠിപ്പും അറിവൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യനും. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ കനകവും ഗോവിന്ദനും അപ്പം തന്നെ കണ്ണും പൊട്ടി സമ്മതിക്കുന്നുണ്ടായിരിക്കും. അനി ആദ്യം തന്നെ നവീനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാൽ മതിയായിരുന്നു. നവീൻ്റെ മനസ്സിലാണ് ഇപ്പോൾ പ്രണയം പൊട്ടിട്ടതല്ലേ ഉള്ളൂ. ഇപ്പോൾ ഒന്നും മിണ്ടാതിരുന്നിട്ട് അവസാനം അത് വളർന്ന് പന്തലിച്ച് കഴിയുമ്പോഴേ അനി പറയുള്ളൂ. അങ്ങനെ പരസ്പരം അനിയും നന്ദും വഴിയിൽ വെച്ച് കാണുമ്പോൾ എല്ലാം മറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ലഡുവൊക്കെ വായിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം അനന്തപുരിയിൽ എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ. അത് നയനയുടെ ഗർഭവാർത്ത അറിഞ്ഞിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും തന്നെ സന്തോഷത്തിലാണ്. പക്ഷെ ജലജയ്ക്ക് മാത്രം ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, എടാ ആദർശ്, ആദ്യം ഉണ്ടാകുന്ന ഒരു കൊച്ചുമകനാണെങ്കിൽ ഇനി അടുത്ത MD സ്ഥാനം അവനുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതിനെന്തിനാ അമ്മേ ആദർശന് മോനുണ്ടാകുന്നത്? എൻ്റെ മകൻ്റെ കുഞ്ഞല്ലേ ആദ്യത്തെ ആൺകുഞ്ഞിവിടുത്തെ, അപ്പോൾ അവനല്ലേ ഈ കമ്പനിയൊക്കെ നോക്കി നടത്തേണ്ടത് എന്നിങ്ങനെ ജലജ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്റെ മകൻ്റെ അതേ സ്വഭാവമാണ് കൊച്ചുമനുവെങ്കിൽ അവനെ ഈ കമ്പനി ഏൽപ്പിക്കാൻ പറ്റുമോ? നീയും നിന്റെ മകനും കൂടി അവനെ വളർത്തായിരുന്നാൽ മാത്രം മതി, അപ്പോൾ അവൻ നല്ല രീതിയിൽ വളർന്നോളും എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ആദർശ് പറയുകയാണ്, അങ്ങനെ ആണോ വേണോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ മനസ്സിലും അങ്ങനെയൊക്കെ ഉണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് കമ്പനികളുടെ തലപ്പത്തായിട്ട് പെൺകുട്ടികളും ഇരിക്കുന്നുണ്ട്, നല്ല കഴിവ് തെളിയിച്ച പെൺകുട്ടികൾ. അതുകൊണ്ട് ആണായാലും പെണ്ണായാലും ആരോഗ്യത്തോടും നല്ല രീതിയിലും കിട്ടിയാൽ മതി എന്നിങ്ങനെ ആദർശം പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ജാനകിക്കാണെങ്കിൽ ഒരു ദേഷ്യമൊന്നും വെറുതായിട്ട് കാണിക്കുന്നില്ല. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത്. അതേസമയം ജലജയ്ക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. ഈ പറയുന്നതൊന്നും ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് ജലജ നിൽക്കുന്നതും. അപ്പോൾ ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ മുത്തശ്ശി പറഞ്ഞ ഒരൊറ്റ ഡയലോഗ് മതി നയനയും നവിയും തമ്മിൽ തെറ്റിക്കാൻ. അതുകൊണ്ട് തന്നെ ജലജ പെട്ടെന്ന് തന്നെ നവിയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അല്ല നവ്യെ, നീ ഇവിടുത്തെ സംസാരങ്ങളൊന്നും കേൾക്കുന്നില്ലേ? എന്താ അമ്മ, എന്താ കാര്യം? നീ അറിഞ്ഞതല്ലേ നയന ഗർഭിണിയാണെന്നുള്ള കാര്യം? അതെല്ലാവരും അറിഞ്ഞ കാര്യമല്ലേ അമ്മേ? നീ അത് മാത്രമല്ലേ അറിഞ്ഞുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടായ കാര്യങ്ങളൊന്നും നീ അറിഞ്ഞില്ലല്ലോ. എന്താ അമ്മേ കാര്യം? അമ്മ തെളിച്ച് പറ. അപ്പം ജലജ പറയുന്നുണ്ട്, എൻ്റെ മുത്തശ്ശിയില്ലേ, മുത്തശ്ശി പറയുകയാ ആദർശിന് ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞിനെ വേണം കമ്പനിയുടെ ചുമതല ഏൽപ്പിക്കാനെന്ന്. ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണെങ്കിലും. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, എൻ്റെ അബിയുടെ മോനെ വേണം ആദ്യം ഏൽപ്പിക്കാൻ, അവനല്ലേ ആദ്യം ഉണ്ടായത്, അവനെ ഏൽപ്പിച്ചൂടെയെന്ന്. അപ്പം നിന്റെ മുത്തശ്ശി പറയുക അത് പറ്റില്ല, ആദർശമോൻ്റെ മോൻ വേണം ആദ്യം ഇവിടം ഭരിക്കാൻ, അല്ലാതെ അബിയുടെ മോനല്ല എന്ന്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ആദർശിൻ്റെ സ്വഭാവം എന്താണ് നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. പാവം പിടിച്ചൊരു പെണ്ണിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവനാണ് അവൻ. എന്നിട്ട് അവനോട് ആർക്കും യാതൊരു ഇഷ്ടക്കുറവുമില്ല. പക്ഷേ ഒന്നും ചെയ്യാത്ത എൻ്റെ അബിയോടും അവൻ്റെ കുഞ്ഞിനോടും ഈ വേർവ്യത്യാസം കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അബിയോട് കാണിക്കുന്നത് പോട്ടേന്ന് വെക്കാം, പക്ഷേ നമ്മുടെ ഈ കിടക്കുന്ന ഈ പിഞ്ചു കുഞ്ഞിനോട് ഈ വേർവ്യത്യാസം കാണിക്കണോ? നീ കണ്ടിട്ടുണ്ടോ ഈ വീട്ടിലുള്ള ആരെങ്കിലും നിന്റെ കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്നത്? എപ്പോഴും നീ തന്നെയല്ലേ കുഞ്ഞിനെ നോക്കുന്നത്. മറ്റാരെങ്കിലും കുഞ്ഞിനെ ഒന്ന് എടുക്കുവോ, കളിപ്പിക്കോ, കൊഞ്ചിക്കോ, എന്തെങ്കിലും കൊടുക്കുവോ ഒന്നും ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇത് അബിയുടെ കുഞ്ഞായതുകൊണ്ട്. നീ ഇനി കണ്ടോ, നീ ഗർഭിണിയായിരുന്നപ്പോൾ
നിന്നെ എങ്ങനെ എല്ലാവരും പരിഗണിച്ചതെന്ന് ഇനി കണ്ടോണം നയന. നിന്റെ അനിയത്തിയെ ഗർഭിണിയായപ്പോൾ ഇനി എങ്ങനെ അവരെല്ലാം ശ്രദ്ധിക്കാൻ പോകുന്നതെന്ന്. നയനയുടെ കുഞ്ഞുണ്ടാവുമ്പോഴേ എല്ലാ നിലയും വിലയും അതിനായിരിക്കും. ഇല്ലേ നീ കണ്ടോ, നിന്റെ അഭിയെ തഴഞ്ഞിട്ടേക്കുന്ന പോലെ നിന്റെ കുഞ്ഞിനെ എല്ലാവരും തഴഞ്ഞിട്ടു. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാനേ നീ തയ്യാറായിട്ടിരുന്നോ എന്നിങ്ങനെ പറഞ്ഞ് നവ്യയുടെ ഭാഗത്തേക്ക് ഒരു തിരിയിട്ട് കൊടുത്തിട്ട് ജലജ അവിടെ നിന്ന് പോകും. ഈ സമയത്ത് അഭി അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട്. അഭി കയറി വരുമ്പോൾ നവ്യ വല്ലാതെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അഭി ചോദിക്കുന്നുണ്ട്, എന്താ നവ്യേ, എന്താ പറ്റി, നീ എന്താ ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നേ? അല്ല, ഇവിടുത്തെ ചർച്ചകളൊന്നും നീ അറിഞ്ഞില്ലേ? ഇല്ല. എന്താ, അമ്മയൊന്നും പറഞ്ഞില്ലേ? ഇല്ല, ഞാനിപ്പോൾ വരുന്ന വഴിയാ. ഇവിടെ വന്ന് കുഞ്ഞിനെ ഒന്ന് കണ്ട് ഒന്ന് ഫ്രഷപ്പ് ആവാന്ന് കരുതി. എന്താ കാര്യം? അല്ല, താഴെ ഭയങ്കര സംസാരമായിരുന്നു. നയന ഇപ്പൊ ഗർഭിണിയാണല്ലോ, അതുകൊണ്ട് ഭാവിയിൽ നയനയുടെ കുഞ്ഞ് വേണം. അടുത്തത് അനന്തപുരി ഭരിക്കാനെന്ന്. അവൻ തന്നെയായിരിക്കും ഇനി കമ്പനിയുടെയൊക്കെ MD എന്ന്, അല്ലാതെ നമ്മുടെ കുഞ്ഞിനായിരിക്കില്ലെന്ന്. ഇത് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച കാര്യം തന്നെയാ. നമ്മുടെ കുഞ്ഞിന് അത്രയ്ക്കല്ലേ വെള്ളയേ ഉള്ളൂ നവ്യേ. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതല്ലേ. നിന്റെ അനിയത്തിയും അതിന് കൂട്ടു നിൽക്കുക. ആ സമയത്ത് നിന്റെ അനിയത്തി എന്തെങ്കിലും പറഞ്ഞോ? ഈ വീട്ടിലെ മൂത്ത കുഞ്ഞ് എൻ്റെ ചേച്ചിയുടെ കുഞ്ഞാ, അവന് വേണം എല്ലാ സ്ഥാനവും കൊടുക്കാനെന്ന് ഒരു വാക്കെങ്കിലും നിന്റെ അനിയത്തി അവിടെ സംസാരിച്ചോ? എന്തിന്? ആ ചന്തുമോളെ കൊണ്ട് നിന്റെ അനിയത്തി ഈ നാട് നീളെ കറങ്ങാറില്ലേ? ഐസ്ക്രീം പാർലറിൽ പോകാറില്ലേ? ബീച്ചിൽ പോയി കറങ്ങാറില്ലേ? അങ്ങനെ അതിനെ കൊണ്ട് എവിടെല്ലാം പോകുന്നു? ഒരിക്കലെങ്കിലും നിന്റെ കുഞ്ഞിനെ എടുത്ത് ഒന്ന് കളിപ്പിക്കുന്നതെങ്കിലും നീ കണ്ടിട്ടുണ്ടോ? ഒരു കളിപ്പാട്ടോ ഒരു ഡ്രസ്സോ എങ്കിലും വാങ്ങി കൊടുക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അതെല്ലാം പോട്ടെ, ഒരു നേരത്തെ കുറുക്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലും അവള് നിന്റെ കുഞ്ഞിന് വാരി കൊടുക്കാറുണ്ടോ? നിനക്ക് ഭയങ്കര അനീതി സ്നേഹമല്ലേ? ഇതൊക്കെ നീ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കതൊന്നും ഇഷ്ടപ്പെടുകയില്ല. ഞാൻ നിങ്ങളെ രണ്ടുപേരും തെറ്റിക്കാൻ പറയുന്നതാണെന്ന് നീ പറയൂ. എന്തായാലും ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, എന്നിട്ട് നീ ഒരു തീരുമാനം എടുക്ക്. അല്ലാതെ ഞാൻ പറഞ്ഞു എന്ന് കരുതി നീ ഒരു തീരുമാനം എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നവ്യേനെ ഒന്ന് ചൂട് പിടിപ്പിച്ചിട്ട് അഭി അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അഭി പറഞ്ഞതിലും കുറച്ചൊക്കെ കാര്യങ്ങളുണ്ട്. നവ്യയുടെ കുഞ്ഞിനെ നയനെയൊന്നും എടുക്കാറ് പോലുമില്ല. എപ്പോഴും ആ ചന്തുമോളെ എടുത്തോണ്ടാണ് നടപ്പ്. അതുപോലെ തന്നെ നവ്യ പ്രസവിച്ച് കിടന്നപ്പോൾ ചന്തുമോൾ എന്നെ കണ്ടില്ലെങ്കിൽ കരയുമെന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ അവൾ അനന്തപുരിയിലേക്ക് തിരിച്ചു പോകുന്നത്. അങ്ങനെ നവ്യ ഈ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുകയാണ്. ഇവർ പറയുന്നത് ശരിയാണ്. ഞാൻ പ്രസവിച്ച് കിടന്ന സമയത്ത് പോലും നയന ഒരു ദിവസം പോലും ഒന്ന് കൂട്ടു നിൽക്കാൻ പോലും വന്നില്ല. ആ സമയത്ത് പോലും ചന്തുമോള് കരയെന്നും പറഞ്ഞ് അവൾ വീട്ടിലേക്ക് ഓടുകയായിരുന്നു. പിന്നെന്തൊക്കെയാ ഇവിടെ നടന്നേ? ചന്തുമോളെ സ്കൂളിൽ ചേർക്കാൻ പോകുന്നു, ആഹാരം വാരി കൊടുക്കുന്നു, ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നു, കുളിപ്പിക്കുന്നു, എന്തിനു ബർത്ത്ഡേ ആഘോഷിക്കുന്നു. എന്തെല്ലാം സമ്മാനങ്ങളാ ആ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തത്. എന്നാൽ എൻ്റെ മോന് അവളുടെ സ്വന്തം ചേച്ചിയുടെ മോനല്ലേ. അവനെ ഒന്ന് എടുക്കാനോ ഒന്ന് താരാട്ട് പാടി ഉറക്കാനോ അവനൊരു നേരത്തെ ആഹാരം വാരി കൊടുക്കാനോ പോലും അവൾ ശ്രമിച്ചിട്ടില്ല. എപ്പോഴും ആ ചന്തുമോളെ മതി. എൻ്റെ കുഞ്ഞിനൊന്ന് തിരിഞ്ഞു നോക്കാറ് പോലും ഇല്ല. ശരിയാ, അവൾക്ക് ചേട്ടത്തിയോട് സ്നേഹമില്ല. ചേട്ടത്തിയോട് പോട്ടെ, എന്തിന് ചേട്ടത്തിയുടെ കുഞ്ഞിനോട് പോലും അവൾക്കൊരു സ്നേഹവും ഇല്ല. സാധാരണ ചേച്ചിമാർക്കൊക്കെ ഒരു കുഞ്ഞുണ്ടായാൽ എപ്പോഴും അനിയത്തിമാർ പൊക്കിക്കൊണ്ട് നടക്കും. എന്നാൽ ഇവൾക്ക് അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ നവ്യ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ സമയത്ത് നയന മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. ആഹാ, മോനെ ഉറക്കമായോ ചേച്ചി? അതെ. എന്താ? ആഹാ, ഇപ്പോഴെങ്കിലും നിനക്ക് എൻ്റെ മോനെ ഒന്ന് കാണാൻ തോന്നിയല്ലോ. എന്താ ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്നും ഓഫീസിലേക്കൊക്കെ പോകുമല്ലേ, വന്നു കഴിയുമ്പോൾ ആകെ ടയേർഡായിരിക്കും, സമയം കിട്ടാറില്ല, അതുകൊണ്ടല്ലേ. ഇനിയിപ്പം ഞാൻ ഓഫീസിലേക്കൊന്നുമില്ല. വിശേഷമാണെന്ന് അറിഞ്ഞതുകൊണ്ട് എന്നെ ഇനി ആരും ഓഫീസിലേക്കൊന്നും വിടാൻ പോകുന്നില്ല. അപ്പോൾ ഞാനിവിടെ തന്നെ എപ്പോഴും കാണുമല്ലോ. കുഞ്ഞിനെ എടുക്കാനും കുളിപ്പിക്കാനും ഒക്കെ ഞാൻ ഇനി ഇവിടെ തന്നെ കാണും എന്നിങ്ങനെ നയന പറയാണ്. നവ്യ പറയുന്നുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്രയും നാളും എൻ്റെ കുഞ്ഞിനെ കുളിപ്പിച്ചതും ഒരുക്കിയതും കഴിപ്പിച്ചതും ഉറക്കിയതും ഒക്കെ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഇനിയും അങ്ങനെ തന്നെ മതി എന്നിങ്ങനെ പറയാണ്. നയന ചോദിക്കുന്നുണ്ട്, ഇതെന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? താഴെ വലിയ ചർച്ചയൊക്കെ നടന്ന് ഞാൻ അറിഞ്ഞല്ലോ. എൻ്റെ മോനെയല്ല നിന്റെ മോനെയാണ് കമ്പനിയുടെ MD ആക്കാൻ പോകുന്നതെന്നൊക്കെ. ചേച്ചി എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത്? അതൊക്കെ 10-25 വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ എപ്പോഴും സംസാരിക്കണം നയനെ. ഇപ്പോൾ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അബിയെ ഈ വീട്ടിൽ നിന്ന് പുറം തള്ളിയിരിക്കുന്നൊരവസ്ഥയല്ലേ. അവനെ ആർക്കും കണ്ണിന് കണ്ടുകൂടാ, ആർക്കും ഒരിഷ്ടവും ഇല്ല അവനോട്. നാളെ അങ്ങനെ തന്നെയാകും എല്ലാവർക്കും എൻ്റെ മോനോടും. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നീയാണെങ്കിലോ ഈ വീട്ടിലെ മൂത്ത പുത്രൻ്റെ ഭാര്യ, അതും എല്ലാവർക്കും പ്രിയപ്പെട്ടയാള്, കമ്പനിയുടെ MDയുടെ ഭാര്യ. അതുകൊണ്ട് നിനക്ക് എല്ലാ സ്ഥാനവും കിട്ടും. അതുപോലെ നിന്റെ മോനും ആ സ്ഥാനങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഞാനോ ഈ തറവാട്ടിലെ ദത്തുപുത്രൻ്റെ ഭാര്യ.
അപ്പോൾ എൻ്റെ മകനും ആ ഒരു വിലയെ കിട്ടൂ എന്നൊക്കെ നവ്യ ഇങ്ങനെ നയനോട് പറയുമ്പോൾ നയന പറയുന്നുണ്ട്, ചേച്ചി ഇതൊക്കെ ചേച്ചിയുടെ വെറും തോന്നലാ. അബിയുടെ സ്വഭാവദൂഷ്യം കണ്ടല്ലേ എല്ലാവരും അങ്ങനെയൊക്കെ പറയുന്നത്. അബിക്ക് എന്ത് സ്വഭാവദൂഷ്യമെന്നാ നീ ഈ പറയുന്നേ? ആദർശേട്ടൻ ചെയ്തു കൂട്ടിയ അത്ര തെറ്റൊന്നും എൻ്റെ അബി ചെയ്തിട്ടില്ല. കണ്ട പെണ്ണുങ്ങളുടെയെല്ലാം പുറകെ നടന്ന് അവരിലെല്ലാം കൊച്ചുങ്ങളെ ഉണ്ടാക്കിയ ആദർശാണോ അതോ എൻ്റെ ഭർത്താവാണോ നല്ലത്? നീ ആദർശാന്നല്ലേ പറയുള്ളൂ, കാരണം നിനക്കിവിടെ പിടിച്ചു നിൽക്കണം. അതുകൊണ്ട് നിനക്ക് നിന്റെ ഭർത്താവ് പുണ്യാളനായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. അയാളെ കാണുന്നത് പോലും എനിക്ക് അറപ്പാ, വെറുപ്പാ. എൻ്റെ ഭർത്താവാണ് എനിക്കെപ്പോഴും നല്ലവൻ. ഇത്രയൊക്കെ ആയിട്ട് ഈ വീട്ടിലെ കാർന്നോനും കാർന്നോത്തിയൊന്നും ആദർശേട്ടനെ പുറത്താക്കാൻ തീരുമാനിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെയാ പറയുന്നത്, ഇവർക്കെല്ലാവർക്കും അവരുടെ മോനെയാ കാര്യം. അല്ലാതെ എൻ്റെ അബിയെ ആർക്കും ഇഷ്ടമില്ല. കാരണം അബി ഒരു ദത്തുപുത്രനാണല്ലോ. അതുകൊണ്ട് നീ എന്നെ വെറുതെ ടെൻഷനാക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ? ശരി ചേച്ചി, ഞാൻ പൊക്കോളാം. പക്ഷേ കുഞ്ഞിനെ എടുക്കരുതെന്ന് മാത്രം ചേച്ചി പറയരുത്. ഇവന് എൻ്റെയും കൂടെ മോനല്ലേ. നയനെ വേണ്ട, കഴിഞ്ഞ 8-9 മാസമായിട്ട് എൻ്റെ മോൻ ഇവിടെ തന്നെയുണ്ട്. അപ്പോഴൊന്നും നിനക്ക് എൻ്റെ മോനെ നോക്കാൻ സമയമില്ലല്ലോ. ആ തലതെറിച്ച ചന്തുമോളെന്ന് പറയുന്ന സാധനത്തിൻ്റെ പുറകെ അല്ലായിരുന്നോ നീ? അതിനെ ഉണ്ണാനും ഉറക്കാനും ഒക്കെ നിനക്ക് എന്തൊരു മിടുക്കാ. ഈ കുഞ്ഞിന് ഒരു കളിപ്പാട്ടമെങ്കിലും നീ അവന് മേടിച്ചോണ്ട് കൊടുക്കാറുണ്ടോ? അതിന് മാത്രം സമയമൊന്നും വേണ്ടല്ലോ അവനൊരു കളിപ്പാട്ടം വാങ്ങാൻ. 7 മാസമായി എൻ്റെ കുഞ്ഞിന്. ഇനിയും അവൻ കളിക്കാറായില്ലെന്ന് പറഞ്ഞാൽ അത് വേറെ ആരെങ്കിലും പോയി പറഞ്ഞയനെ. അതൊന്നും വിശ്വസിക്കാൻ ഞാൻ പോകുന്നില്ല. ഒന്ന് പോന്നയനെ. നയനെ പറയുന്നുണ്ട്. അല്ലെങ്കിലും ഈ സമയത്ത് ചേച്ചിയോട് ഞാൻ എന്ത് പറഞ്ഞാലും ചേച്ചി അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനായിട്ട് ഇനി ഒന്നും പറയാൻ പോകുന്നില്ല. ഒരു കാലത്ത് ചേച്ചിക്ക് ഇതെല്ലാം മനസ്സിലാവും. അന്നത് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നയൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഈ സമയത്ത് ബാത്റൂമിൽ കുളിക്കാൻ കയറിയ അബി തിരിച്ചിറങ്ങി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ നവ്യേ, എന്താ അവള് പറഞ്ഞിട്ട് പോയത്? ഒന്നുമില്ല, എന്ത് പറയാനാ, എപ്പോഴും പറയുന്ന പോലെ തന്നെ. ഒരു കാലത്ത് എനിക്കെല്ലാം മനസ്സിലാവും. എന്ത് മനസ്സിലാകാനാ? ഇതിൽ കൂടുതൽ എനിക്കൊന്നും മനസ്സിലാകാനില്ല അബിയേട്ടാ. ഇവരെല്ലാവരും കൂടി എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം എൻ്റെ വീട്ടുകാർക്കും അതുപോലെ ഇവിടെ ഉള്ളവർക്കും എല്ലാം ആദർശേട്ടനെ ഭയങ്കര കാര്യമാണ്. അതുപോലെ എന്നെ മാറ്റിയെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അബി എന്നും പറഞ്ഞ് നവ്യ ഇവിടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് അബി മനസ്സിലോർക്കുകയാണ്, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. എൻ്റെ കുഞ്ഞിനെക്കാട്ടിലും എന്നെക്കാട്ടിലും ഒരുത്തൻ്റെ കുഞ്ഞിനും ഒരു സ്ഥാനവും ഇവിടെ വേണ്ട എന്ന് അബി മനസ്സിലോർക്കുന്നുണ്ട്. അബിക്ക് കുഞ്ഞിനോട് ശകലം പോലെ സ്നേഹമില്ലെങ്കിലും തന്നെ ഇതുവരെ ഒരു സ്ഥാനത്തിരുത്താനോ ഒരു ബ്രാഞ്ച് തരാനോ ഇവരാരും തയ്യാറായിട്ടില്ലല്ലോ. അതുപോലെ തൻ്റെ കുഞ്ഞിനും അങ്ങനെയുള്ള ഒരു അവസരങ്ങളും കിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ ഒരു ഫീൽ ഉണ്ടാകുമല്ലോ. അതാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഉണ്ടായത്. അങ്ങനെ അഭി നേരെ ജലജയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മേ, നവി പറഞ്ഞതൊക്കെ ശരിയാണോ? എന്താടാ? അല്ല, എൻ്റെ കുഞ്ഞിന് ഇവിടെ ആരും ഒരു സ്ഥാനം കൊടുക്കുകയല്ല എന്നൊക്കെ പറഞ്ഞെന്ന്. ആഹാ, അതവള് നിന്നോട് പറഞ്ഞോ? ആ പറഞ്ഞു. എന്താ അമ്മ ഇവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ ആയിപ്പോയത്? എനിക്കും എൻ്റെ കുഞ്ഞിന് മാത്രം ഇവിടെ ഒരു സ്ഥാനവും ഇല്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയേക്കാമായിരുന്നു. എങ്ങോട്ട് പോകാനാടാ? 5ൻ്റെ പൈസ ഉണ്ടോ നിന്റെ കയ്യിൽ? അതില്ലല്ലോ, പിന്നെ എങ്ങോട്ട് ഇറങ്ങി പോകാനാ? ഇങ്ങനെ നാണം കെട്ടി ജീവിക്കുന്നതിലും ഭേദം എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോകുന്നത് തന്നെയാമ്മേ. അമ്മ എങ്ങനെയും ഒന്ന് പറഞ്ഞു നോക്ക്. ഈ വീട് ഭാഗം വെക്കാൻ. അങ്ങനെ ഭാഗം വെക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു വീതം കൊണ്ട് എങ്ങോട്ടെങ്കിലും നമുക്ക് പോകാം. എന്നിട്ട് എന്ത് ചെയ്ത് ജീവിക്കും? അത് പിന്നെ ഒരു വീതം എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ കാണുമല്ലോ അമ്മേ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിക്കാമേ. നവ്യനെ കൊച്ചിനെ കൊണ്ട് ഇവിടുന്ന് ഇറക്കി വിടുവാണെങ്കിൽ നമുക്ക് വേറെ കോടിശ്രീയായ പെണ്ണിനെയൊക്കെ കയറ്റി നല്ല അന്തസ്സായിട്ടങ്ങ് ജീവിക്കാം എന്നൊക്കെ അഭി പറയുകയാണ്. അപ്പം ജലജ പറയുന്നുണ്ട്, നീ ഇതൊന്നും ഉറക്കെ പറയണ്ട. ഇപ്പോൾ നവ്യയും അവളുടെ കുഞ്ഞുമാണ് നമുക്കിപ്പോൾ ഉള്ളൊരു പിടിവള്ളി. അതുകൊണ്ട് അവളുടെ നേരെ ഒരിക്കലും നീ ഇമാതിരി വാക്കുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എങ്ങാനും അവളുടെ ചെവിക്ക് കേട്ടാലേ നിന്നെ എന്നെ പച്ചയ്ക്ക് കത്തിക്കും, അത് ഓർത്തോണം എന്നിങ്ങനെ പറയുകയാണ്. അഭി പറയുന്നുണ്ട്, എല്ലാ കാര്യത്തിലും ആദർശേട്ടനാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിട്ടാൽ പറ്റില്ലമ്മേ. ഈ ഒരു കാര്യത്തെങ്കിലെങ്കിലും എനിക്ക് ജയിക്കണം. ആദ്യം ഉണ്ടായത് എൻ്റെ മോനല്ലേ, അപ്പോൾ അവന് മതി ഇവിടുത്തെ സ്ഥാനമൊക്കെ, അല്ലാതെ അയാളുടെ കുഞ്ഞിന് വേണ്ട. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ കുഞ്ഞില്ലാതാവണം എന്ന് ജലജയോട് അഭി പറയുമ്പോൾ ജലജ പറയുകയാണ്, അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, നമ്മുടെ ചെറിയമ്മയ്ക്ക് ചെറിയ മാറ്റമൊക്കെ ഉണ്ടല്ലേ? അത് ശരിയാ, അവൾക്കിപ്പോൾ നല്ല മാറ്റമുണ്ട്. ഞാൻ എന്തെങ്കിലും കുറ്റം പറയാൻ വേണ്ടി പോയാൽ പോലും അവളിപ്പോൾ നിന്ന് തരില്ല. അവൾ അപ്പോഴേ ഒഴിഞ്ഞു മാറി പോവുക. ആ അനാമിക കള്ളിയാണെന്ന് മനസ്സിലായതോടുകൂടി അവളുടെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട്. ഇനി ആ നന്ദുവിനെ എങ്ങാനും കേട്ടാൽ അവൾ സമ്മതിക്കുമോന്നാ എൻ്റെ പേടി.
എൻ്റെ അമ്മേ, അത് നടക്കാനൊന്നും പോകുന്നില്ല. അതോർത്തമ്മ പേടിക്കേണ്ട. അതിന് നന്ദുവിൻ്റെ അച്ഛനും അമ്മയും അത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരിക്കുക. അനിയായിട്ടുള്ള വിവാഹം നടത്തില്ലെന്ന്. അങ്ങനെ നടത്തിയാലേ ആ തള്ള ആത്മഹത്യ ചെയ്യുമെന്ന്. ഓ, അങ്ങനെ നടന്നാൽ മതിയായിരുന്നു. ഇവിടെ അവിടെ ഓരോരുത്തകൾ ചത്താലേ നമുക്ക് കുറച്ച് സൗകര്യം കിട്ടിയേനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ജലജയാണെങ്കിൽ അബിയോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇക്കാര്യം ഒന്ന് ആലോചിക്കട്ടെ. ആ നയനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. അവളെ ഒരു ഡിസൈനറായി. ഇപ്പോൾ ഈ വീട്ടിലെ സകല അധികാരവും അവളുടെ കയ്യിലാണ്. ചേച്ചിയാണെങ്കിലോ അവളെ അങ്ങ് തലയെ കയറ്റി വെച്ചിരിക്കുക. അത് കണ്ടിട്ട് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ അമ്മയുടെ ഒരു പറച്ചിലും കൂടി, ഇവിടുത്തെ അധികാരവും അവകാശവും എല്ലാം ആ കുട്ടിക്കാണെന്ന്. അപ്പോൾ നീ ഇവിടുത്തെ ആരാടാ? ആരും വല്ലാത്തൊരവസ്ഥയിലല്ലേ? എനിക്കാണെങ്കിൽ തന്നെ 3-4 ബ്രാഞ്ചൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുന്നേ. ഇത്തവണ അവൻ്റെ കമ്പനിയിലുണ്ടായ ലാഭത്തിൻ്റെ ഒരു വീതം അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന്. അത് തന്നെ എത്ര രൂപ ഉണ്ടെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എത്ര കോടി രൂപയായിരിക്കും അവൻ്റെ അക്കൗണ്ടിലേക്ക് ചെന്നിട്ടുണ്ടാകാന്ന്. നിനക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? മാസം വെറും 50,000 രൂപയല്ലേ നിനക്ക് ശമ്പളം എന്നിങ്ങനെ ചോദിക്കുകയാണ് അബി. ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ? എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇവർക്കെല്ലാവർക്കും ഇഷ്ടം ആ ആദർശിനെയും അനീനെയാണ്. ഞാൻ വെറും ദത്തുപുത്രനായി പോയില്ലേ? അത്രയൊക്കെയല്ലേ കാണുള്ളൂ എന്നോട് എന്നിങ്ങനെ അബിയും പറയുന്നുണ്ട്. അതാടാ ഞാനും ഈ പറയുന്നത്. ഈ സർവവും നമുക്ക് വേണം. ഈ കൊട്ടാരവും ഈ സ്ഥാപനങ്ങളും അധികാരവും എല്ലാം. അതുകൊണ്ട് അതിനുവേണ്ടി ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്യണം. അതിൻ്റെ ആദ്യ പടിയായിട്ട് ആ നയനയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കണം. അതുതന്നെയാമേ ഞാനും പറയാൻ വന്നത്. നവ്യയ്ക്കാണെങ്കിൽ നയന ഗർഭിണിയായതിൽ ആദ്യം ഭയങ്കര സന്തോഷമായിരുന്നെങ്കിലും ഇപ്പം ആ സന്തോഷമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾ നമ്മളെ ഒന്നും പറയാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് അമ്മ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് എത്രയും പെട്ടെന്ന് ചെയ്താൽ മതി. അപ്പം ജലജ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ അതൊന്ന് നടപ്പിലാക്കിയാൽ മതി. അമ്മ എന്ത് വേണേലും പ്ലാൻ ചെയ്തു, അതെല്ലാം നടപ്പിലാക്കാൻ ഞാൻ ഏറ്റു എന്നിങ്ങനെ അബിയും പറയുന്നുണ്ട്. അങ്ങനെ നയനനെയാണെങ്കിൽ നമ്മുടെ ദേവയാനി പൊന്നുപോലെ നോക്കുകയാണ് കേട്ടോ. ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ കൊടുത്ത് അവളുടെ വയറ് നിറയ്ക്കുന്നുണ്ട്. അപ്പം നയന പറയുന്നുണ്ട്, എൻ്റെ പൊന്നമ്മേ, 2 മാസം കൊണ്ട് ഞാനൊരു ഗുണ്ടുമണിയാവും. ഇത്രയൊന്നും എനിക്ക് വേണ്ട. എനിക്കിതൊന്നും കഴിക്കാൻ തന്നെ തോന്നുന്നില്ല. ഈ സമയത്തെ ഒന്നും കഴിക്കാൻ തോന്നില്ല. പക്ഷേ അന്നും പറഞ്ഞ് ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഈ സമയത്താണ് കുഞ്ഞിന് ആവശ്യമുള്ള വളർച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ വേണ്ടത്. രക്തമൊക്കെ മോക്ക് കുറവാന്നല്ലേ പറഞ്ഞത്? അതുകൊണ്ട് ഇതെല്ലാം നിനക്ക് അത്യാവശ്യമാണ്. നീ ഇപ്പോൾ ഒന്നിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട. എൻ്റെ മോളെ നോക്കാൻ ഈ അമ്മയുണ്ട് എന്നിങ്ങനെ ദേവയാനി പറയാണ്. ഈ സമയം മുത്തശ്ശനും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, മോളെ പരിചരിക്കാനിപ്പോൾ ദേവയാനിയുള്ളത് കൊണ്ട് നല്ല കാര്യമായി. ഇത്രയും താമസിച്ച് ഒരു കണക്കിന് ഗർഭിണിയായതും നല്ല കാര്യം തന്നെയല്ലേ? അപ്പം നയന പറയുന്നുണ്ട്, അതെ അതെ, ഇതാവുമ്പോൾ നമുക്ക് സ്പെഷ്യൽ കെയർ കിട്ടുന്നുണ്ട് മുത്തശ്ശ എന്നിങ്ങനെ പറയുകയാണ്. പണ്ട് ദേവയാനിക്ക് മോളെ ഇഷ്ടമില്ലായിരുന്ന സമയത്താണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ മോൾക്ക് ഒരു പരിഗണനയും കിട്ടില്ലായിരുന്നു. ഇപ്പം എന്തായാലും ദേവയാനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ പറയണോ വെച്ചാ, ഞാൻ എൻ്റെ മോളെ പൊന്നുപോലെ നോക്കും. എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ കിട്ടിയാലും എൻ്റെ മോളെ ഞാൻ വിട്ടുകളയില്ല. അവളെ പൊന്നുപോലെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കാണ്. പിന്നെ മോള് വീട്ടിൽ പോകണമെന്നൊന്നും പറഞ്ഞേക്കരുത്. എൻ്റെ മോളെ നോക്കുന്നത് ഞാനാ, അല്ലാതെ നവ്യ പോയതുപോലെ വീട്ടിൽ പോകണമെന്നൊന്നും മോള് പറയരുത്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ ദേവയാനി. ഇപ്പം നീ മോളെ പൊന്നുപോലെ നോക്കണം. ഈ വീട്ടിലെ മൂത്ത മോൻ്റെ കുഞ്ഞ, അതുകൊണ്ട് അവന് കിട്ടേണ്ട എല്ലാ പരിഗണനയും നീ അതിന് കൊടുക്കണം. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അമ്മ ഇത് ജലജയുടെ മുന്നിൽ വെച്ച് പറയണ്ട, അതുപോലെ നവ്യയുടെ മുന്നിൽ വെച്ചും. അവരിത് കേടാനുള്ള അവസ്ഥ അറിയാലോ. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നവ്യയാണ് ഈ വീട്ടിൽ ആദ്യം കുഞ്ഞിന് ജന്മം നൽകിയത്. അതിൻ്റെ ഒരു പരിഗണനയും കെയറുമൊക്കെ ആദ്യം അവർക്ക് തന്നെ കിട്ടണം. അത് കഴിഞ്ഞ് മതി ഈ കുഞ്ഞിന്. അല്ലെങ്കിൽ അത് നവ്യയ്ക്ക് ഭയങ്കര വിഷമവും. അത് പിന്നെ വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിത്തീരും എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശൻ പറയാണ്, അത് മോള് പറഞ്ഞത് ശരിയാ. നവ്യയുടെ കുഞ്ഞ് അനന്തപത്മനാഭനാണ് നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കുഞ്ഞ്. അതുകൊണ്ട് അവനായിരിക്കണം ആദ്യത്തെ പരിഗണന എന്നിങ്ങനെ പറയാണ്. നിങ്ങൾ പിന്നെ സഹോദരങ്ങളായോണ്ട് ആ കാര്യത്തിൽ ദേഷ്യവും വാശിയൊന്നും കാണില്ല അല്ലേ നയനമോളെ? എൻ്റെ മുത്തശ്ശ, അനന്തമോനാണല്ലോ നമ്മുടെ ഈ വീട്ടിലെ മൂത്ത മോൻ. അതുകൊണ്ട് അവൻ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ, അവയുടെ സ്വഭാവം ആകാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഞങ്ങളും ആ കാര്യത്തെപ്പറ്റി തന്നെയാണ് പറഞ്ഞത്. അവയുടെ സ്വഭാവം എങ്ങനെ ആവുകയാണെങ്കിൽ തീർന്നു. പിന്നെ എല്ലാം അവസാനിച്ചെന്ന് കരുതിയാൽ മതി. നവ്യയ്ക്കും ഭയങ്കര തലവേദനയായിരിക്കും. പിന്നെ നല്ല രീതിയിൽ ആ മോനെ വളർത്തിയെടുക്കണം. അതിന് നമ്മളെല്ലാവരും ഉണ്ടല്ലോ. ആ ജലജാപ്പച്ചിയുടെ കയ്യിൽ മാത്രം കുഞ്ഞിനെ കൊടുക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നയനയും എല്ലാവരും കൂടെ പറഞ്ഞ് കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ.
ജലജയാണെങ്കിൽ ഇതെല്ലാം ഒളിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ജലജയും അഭിയും ഇതേപോലെ ഇട്ട് കളിയാക്കുന്ന കണ്ടിട്ട് ജലജയ്ക്ക് ദേഷ്യം അങ്ങ് കൂടുകയാണ്. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും പോവുകയാണ്. ആദർശാണെങ്കിൽ ഈ സമയത്ത് ഓഫീസിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോഴും നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ്. നയനെ ഓഫീസിലേക്ക് വിടാതെ ദേവയാനി വെച്ച് നോക്കുകയാണ്. ഈ ഒരു സമയത്ത് ദേവയാനിയാണെങ്കിൽ അടുക്കളയ്ക്കിൽ വന്നിട്ട് ഒരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കി വെക്കുകയാണ്. ഈ സമയത്ത് ജലജ അഭിയോട് പറഞ്ഞ പുറത്തുനിന്ന് പപ്പായ ജ്യൂസ് ഒപ്പിക്കുന്നുണ്ട് കേട്ടോ. ജലജ അഭിയോട് പറയുന്നുണ്ട്, ആരും കാണാതെ ഈ ജ്യൂസ് കൊണ്ട് തന്നിട്ട് നീ മിണ്ടാതെ പൊക്കോണോന്ന്. അങ്ങനെ ഷർട്ടിനിടയിൽ ഒളിപ്പിച്ചാണ് അഭി ആ ജ്യൂസ് കൊണ്ട് ജലജയുടെ കൊടുക്കുന്നത്. അങ്ങനെ ദേവയാനി മാംഗോ ജ്യൂസ് എടുത്ത് വെച്ചിട്ട് നയനെ വിളിക്കാനായിട്ട് മുകളിലോട്ട് കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് മാംഗോ ജ്യൂസ് എടുത്ത് ജലജ കുടിച്ചിട്ട് അവിടെ പപ്പായ ജ്യൂസ് വെക്കുന്നുണ്ട്. നീ ഇത് കുടിച്ചാൽ മതിയടി, നിന്റെ എല്ലാം കലങ്ങിപ്പൊക്കോളും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് മാറിപ്പോവുകയും ചെയ്യാണ്. ഈ സമയത്ത് ദേവയാനി നയനെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. അമ്മ, എനിക്കിപ്പോ ഒന്നും വേണ്ട, രാവിലെ തന്നെ വയറ് നിറച്ച് ഞാൻ കഴിച്ചതല്ലേ, എനിക്കിനി ഒന്നും വേണ്ടമ്മേ. ഇതെന്തായാലും നീ കുടിച്ചേ പറ്റുള്ളൂ. അമ്മ ഇത് ഫ്രഷ് ആയിട്ടുണ്ടാക്കിയ ജ്യൂസാ, അതും വിഷമൊന്നും ചേർക്കാത്ത നല്ല മാമ്പഴത്തിന്റെ ജ്യൂസ്. ഈ സമയത്തെ ഇങ്ങനത്തെ ജ്യൂസൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് എന്നും പറഞ്ഞ് ആ ജ്യൂസ് എടുത്തുകൊണ്ട് വന്ന് നയനയുടെ കൊടുക്കുന്നുണ്ട്. അത് കുടിച്ചു നോക്കിയിട്ട് നയന പറയുന്നുണ്ട്, ഇതെന്താ, ഇത് മാങ്ങപ്പഴം തന്നെയാണോ? വേറെന്തോ ഒരു ടേസ്റ്റ് തോന്നുന്നല്ലോ. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച മാമ്പഴമൊന്നും അല്ല മോനെ, നല്ല ഫ്രഷ് ആയിട്ടുള്ള മാമ്പഴമാണ്, അതാണ് ഈ രുചി വ്യത്യാസം എന്നിങ്ങനെ ദേവയാനി പറയാണ്. അങ്ങനെ നയന അവിടെ ഇരുന്ന് ആ ജ്യൂസ് മുഴുവൻ കുടിക്കുകയാണ് കേട്ടോ. അമ്മേ മതി, എനിക്ക് തീരെ വയ്യ, ഞാൻ ഇച്ചിരി നേരം കിടക്കട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ശരി എന്നാ മോള് പോയി കിടന്നു, ഉച്ചയ്ക്ക് എന്തായാലും അമ്മ വിളിക്കും. എൻ്റെ പൊന്നമ്മ, ഇപ്പം തന്നെ എൻ്റെ വയറ് പൊട്ടാറായി, എനിക്കിനി ഒന്നും വേണ്ട, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നീ എഴുന്നേറ്റ് വരണ്ട, നിനക്കുള്ളത് ഞാൻ അങ്ങോട്ട് കൊണ്ടെത്തിക്കാം, ഞാൻ എന്നിട്ട് വാരി തന്നോളാം. അപ്പം നയന പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വന്നോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് നയന കയറി പോകുന്നുണ്ട്. അങ്ങനെ നയന മുറിയിൽ പോയി കിടക്കുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം കഴിയുമ്പോൾ അഭി വന്ന് ജലജയോട് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, ഈ കപ്പളങ്ങ ജ്യൂസ് കുടിച്ചാല് അവക്ക് കൃത്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാവുമോ? അപ്പൊ ജലജ പറയുന്നുണ്ട്, അത് അങ്ങനെയാടാ പഴമക്കാർ പറയുന്നേ, ഈ സമയത്ത് ആരും കപ്പളങ്ങ ജ്യൂസ് കൊടുക്കാറില്ല. ഈ കപ്പളങ്ങയ്ക്ക് അതിനൊരു കറയുണ്ട്, അത് കുഞ്ഞിന് കേടാണെന്നാ പറയുന്നത്. സയന്റിഫിക്കായിട്ട് വലിയ തെളിവൊന്നും ഇല്ലെങ്കിലും പണ്ട് തൊട്ടേ ഉള്ള ആൾക്കാർ പറയാറുള്ളതാണ് എന്നിങ്ങനെ ജലജ പറയുന്നുണ്ട്. ഈ സമയത്ത് നയന വയറുവേദനയാണെന്നും പറഞ്ഞ് കരയുന്നുണ്ട്. ഇത് കേട്ട് ദേവയാനി ഓടിച്ചെല്ലുന്നുണ്ട്. എന്താ മോളെ, എന്താ പറ്റിയത്? ഇല്ലമ്മേ, എനിക്ക് വയറുവേദന എടുത്തിട്ട് വയ്യ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോവാം എന്നിങ്ങനെ നയന പറയാണ്. ഈ സമയത്ത് അവിടെ അനിയും ആദർശും ഒന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഈ സമയത്ത് അവിടെ അഭി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഭി ഇത് കേട്ടിട്ട് ഓടി വന്നിട്ട് എന്ത് പറ്റി അപ്പച്ചി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അഭി വണ്ടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അഭിയും ദേവയാനിയും ഒക്കെ കൂടിയിട്ട് നയനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അഭിയാണെങ്കിലും വണ്ടിയിലിരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഈ സമയത്ത് ജലജയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട്. ഈ സമയത്ത് ദേവയാനിയൊക്കെ ഭയങ്കര ടെൻഷനിലായിരിക്കും. വീട്ടിലാണെങ്കിൽ മുത്തശ്ശി നല്ല പ്രാർത്ഥനയിലൊക്കെയാണ് കേട്ടോ. നയനയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വയറുവേദന വന്നപ്പോൾ എല്ലാവരും ആകെ ടെൻഷനിലായിട്ട് ആണ്. ദേവയാനിക്ക് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേനും ജാനകി വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. സാറില്ലേ ചേച്ചി, അവൾക്ക് പ്രശ്നമൊന്നും കാണില്ല, അവള് പതിവില്ലാതിന്ന് കൂടുതൽ ഫുഡൊക്കെ കഴിച്ചില്ലേ, അതിൻ്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ജാനകി കാത്തിരുന്ന് കിട്ടിയ നിധിയാണ്, എത്ര നാളുകൊണ്ട് നമ്മൾ കൊതിക്കുന്നതാ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ദേവയാനി കരയാണ് കേട്ടോ. ഈ സമയത്ത് അഭിയും ജലജ അങ്ങ് മാറി നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. ജലജ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേടാ, ഈ പഴമക്കാർ പറയുന്നൊക്കെ ശരി തന്നെയാ, ഇത് ഉള്ളത് തന്നെയാടാ. ഇപ്പൊ തന്നെ നീ കേട്ടോണം, ആ ഡോക്ടർ വന്നിട്ട് പറയും, സോറി മേഡം, ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല, കുഞ്ഞ് അപേക്ഷനായി പോയെന്ന് എന്നൊക്കെ ജലജ അഭിയോട് പറയുന്നുണ്ട്. ഈ വിവരങ്ങളെല്ലാം അഭി വിളിച്ച് ആദർശനോട് പറയുന്നുണ്ട്. ആദർശേട്ടാ, നയനേട്ടത്തേക്ക് വയറുവേദനയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുവാന്ന്, ഏട്ടൻ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വാ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ ആദർശന്റെ മുമ്പിൽ ഒരു നല്ല പിള്ള ചമയാൻ വേണ്ടി അഭി ചെയ്ത കാര്യങ്ങളാണത്. അഭിയാണല്ലോ വണ്ടി ഓടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതും അതുപോലെ ആദർശിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതും. അങ്ങനെ ആദർശ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. എന്താ അമ്മേ, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ദേവയാനി പറയുന്നുണ്ട്, അറിയില്ല മോനെ, അവൾ കിടക്കുമായിരുന്നു, പെട്ടെന്ന് വയറുവേദനയാണെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ ആകപ്പാടെ അന്തിച്ചു പോയി, എനിക്ക് ആകപ്പാടെ പേടിയായിട്ട് വയ്യ മോനെ എന്നിങ്ങനെ പറഞ്ഞ് ദേവയാനി കരയുകയാണ്. ഈ സമയത്ത് ഡോക്ടർ ദേവയാനിയെയും അതേപോലെ ആദർശിനെയും അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഇന്ന് എന്തൊക്കെ ഫുഡാണ് കുട്ടി കഴിച്ചതെന്നൊക്കെ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ രാവിലെ ഞാൻ മാതളവും ഓറഞ്ചും ആപ്പിളും ഒക്കെ കൊടുത്തിരുന്നു, ബ്രേക്ക്ഫാസ്റ്റിനൊന്നും വേണ്ട എന്നും പറഞ്ഞ്
നിർബന്ധിച്ചപ്പോൾ ഒരു ദോശ മാത്രമാണ് അവൾ കഴിച്ചത്. അതിനുശേഷം ഞാനൊരു മാമ്പഴം ഫ്രഷ് ജ്യൂസാക്കി അവൾക്ക് കൊടുക്കുകയും ചെയ്തു. ആഹാരം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഞാൻ കൊടുത്തോണ്ടേ ഇരിക്കുമായിരുന്നു എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. നയനയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അതേപോലെ കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല. എന്തോ ആഹാരം കഴിച്ചത് കുട്ടിക്ക് പിടിക്കാതെ വന്നതാണ്. ഒരുപാട് ഫ്രൂട്ട്സ് കഴിച്ചാലും എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, ഇത്രയും നാളും വലിയ ആഹാരമൊന്നും കഴിക്കുന്നില്ലായിരുന്നല്ലോ. എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കഴിച്ചുകൊണ്ട് നടന്ന ആളല്ലേ. പെട്ടെന്ന് നമ്മൾ ഓവർ കെയർ കൊടുക്കുമ്പോൾ അവരുടെ വയറത് അഡ്ജസ്റ്റ് ചെയ്യാനേ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അത്രയേ ഉള്ളൂ, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി എല്ലാ ദിവസവും കുറച്ച് ആഹാരങ്ങളൊക്കെ കൊടുത്തു, പക്ഷേ കുറച്ചേ വേണം കൊടുക്കാൻ, അല്ലാതെ ഒറ്റയടിക്ക് എല്ലാം കൂടെ കൊടുത്താൽ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം നയന എഴുന്നേറ്റ് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇപ്പം വേദനയൊക്കെ കുറവില്ലേ? ആ, കുറവുണ്ട്. അത് അധികം കഴിച്ചുകൊണ്ടും പിന്നെ ഇച്ചിരി ഗ്യാസൊക്കെ കയറിയതിൻ്റെയാണ്. അതൊന്നും സാരമില്ല. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അതുപോലെ മാമ്പഴം നല്ലതായിരുന്നു എന്നിങ്ങനെ ഡോക്ടർ ചോദിക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ, നല്ല ഫ്രഷ് മാമ്പഴമായിരുന്നു. ഞാൻ തന്നെയാണ് അത് കഴുകി പിറക്കി ചെത്തി ജ്യൂസ് അടിച്ച് മൂക്ക് കൊടുത്ത് എന്നിങ്ങനെ പറയുമ്പോൾ, എന്തായാലും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കൊടുത്താൽ മതി. ഫ്രൂട്ട്സ് ആയാലും അധികം കൊടുക്കണ്ട, പല നാട്ടിൽ നിന്നും കയറി വരുന്ന സാധനങ്ങളല്ലേ, അതുകൊണ്ട് അതെല്ലാം ഒരു ലിമിറ്റിന് കൊടുക്കാവൂ എന്നിങ്ങനെ പറയുകയാണ്. ശരി ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നയനയും പിടിച്ചുകൊണ്ട് ആദർശം ദേവേനയും പുറത്തേക്ക് വരികയാണ്. ജലജ അപ്പോൾ ഓടി വന്നിട്ട്, എന്താ ഏട്ടത്തി, എന്താ പറ്റിയത്? ജാനകിയും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ഏട്ടത്തിയെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, കുഞ്ഞിനും അവക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പതിവില്ലാതെ ഫ്രൂട്ട്സൊക്കെ കൂടുതൽ കഴിച്ചുകൊണ്ടും അതുപോലെ ഗ്യാസ് കയറിയതുകൊണ്ടൊക്കെയാണ് മോൾക്ക് വയറുവേദന ഉണ്ടായതെന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. ഇനി മുതൽ ആഹാരമൊക്കെ ഇച്ചിരി ശ്രദ്ധിച്ച് കൊടുത്താൽ മതി, ഫ്രൂട്ട്സ് കൂടുതൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നിങ്ങനെ ദേവയാനി പറയുകയാണ്. അപ്പം അഭിയും ജലജയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി അന്തിച്ച് നിൽക്കുകയാണ്. ശേ, ഒരു കുഴപ്പമില്ലെന്ന് അമ്മയല്ലേ പറഞ്ഞേ കുഞ്ഞൊക്കെ ഇല്ലാതാകുമെന്ന്, എന്നിട്ടിപ്പോൾ അത് ഒരു കുഴപ്പമില്ലെന്ന്. എടാ, ഇതൊക്കെ റെയർ കേസല്ലേടാ, കപ്പളങ്ങ തിന്നാ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അമ്മയുടെ ഒരു കാര്യം, നീ വിഷമിക്കാതെടാ, നമ്മുടെ മുന്നിൽ ഈ 9 മാസം നീണ്ടു നിവർന്നിങ്ങനെ കിടപ്പില്ലേ, അതുകൊണ്ട് ഇതിനോട് ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലും വഴി ഒപ്പിച്ചാൽ പോരേടാ. അവളുടെ വയറ്റിൽ ഈ കുഞ്ഞല്ല, ഒരു പൊടി പോലും കാണില്ല, അതുപോലെ ചെയ്യാനായിട്ടൊക്കെ ഈ അമ്മയ്ക്കറിയാം. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അവളുടെ കുഞ്ഞ് ഈ ഭൂലോകത്തുണ്ടാവില്ല എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി തിരികെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, ഇന്നിനി ഞാൻ ഓഫീസിലേക്ക് പോകുന്നില്ല എന്ന് ഞാൻ നയനയുടെ കൂട്ടത്തിലിരിക്കാൻ പോവാണ്. അപ്പോൾ ദേവയാനി വന്നിട്ട് പറയുകയാണ്, എങ്കിലും മോളെ, അമ്മ തന്നതൊക്കെ അപകടമായി പോയല്ലോ. രാവിലെ ആണെങ്കിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഞാൻ നിന്നെ തീറ്റിച്ചു, ദോശയാണെങ്കിൽ നീ ഒരെണ്ണവേ കഴിച്ചുള്ളൂ. ക്ഷീണം മാറട്ടെ എന്നോർത്ത് ഞാനൊരു മാംഗോ ഫ്രഷ് ജ്യൂസ് അടിച്ച് കൊടുക്കുകയും ചെയ്തു. ഷോ, എന്നിട്ടും എൻ്റെ മോൾക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പറഞ്ഞ് ദേവയാനി ഇങ്ങനെ കരയാണ്. ഷോ, ഈ അമ്മയുടെ ഒരു കാര്യം, ഇത് സർവ്വസാധാരണമായിട്ടുണ്ടാകുന്നതല്ലേ അമ്മേ, ഈ സമയത്ത് ഗ്യാസ് കയറുന്നതും ബുദ്ധിമുട്ടും ഒക്കെ. പിന്നെ അമ്മ എന്തിനാ കരയുന്നേ? ഇത് സാധാരണമല്ലേ, ഗ്യാസ് കയറുന്നതും ചില ആഹാരങ്ങൾ പിടിക്കാതെ വരുന്നതും ഒക്കെ. ഇനി ഇതൊക്കെ ഒരു സ്വാഭാവിക കാര്യമല്ലേ അമ്മേ, അമ്മയും ഒന്ന് പ്രസവിച്ചതല്ലേ, എന്നിട്ടും അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ലേ? അതൊക്കെ ശരിയാ മോളെ, എങ്കിലും അമ്മ ആകപ്പാട് പേടിച്ച് വിറച്ചുപോയി. അതൊന്നും സാരമില്ല അമ്മേ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മേ എനിക്ക് നല്ല ദാഹം, അത് ദേടാ ഞാനുണ്ടാക്കിയ ജ്യൂസറിലാ ബാക്കി മാങ്കോ ജ്യൂസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ദേവയാനി അതൊരു ഗ്ലാസ്സിലാക്കി കൊണ്ടുവന്ന് ആദർശിൻ്റെ കൊടുക്കുന്നുണ്ട്. ആദർശ് അത് പകുതി കുടിക്കുമ്പോഴത്തേക്കിനും നയന ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയാണോ അമ്മ എനിക്ക് മുമ്പേ തന്ന ജ്യൂസ്? അതെ മോളെ. അല്ല, അമ്മ മുമ്പേ തന്നപ്പോൾ അതൊരു ഓറഞ്ച് കളറല്ലായിരുന്നു, ഇതിപ്പം നല്ല മഞ്ഞ കളറിലിരിക്കുന്നു. അല്ല മോളെ, മോക്ക് തന്നതും ഇത് തന്നെയായിരുന്നു. അല്ലമ്മേ, ഇത് തമ്മിൽ എന്തോ വ്യത്യാസമുണ്ട്. ആദർശേട്ടാ ഇങ്ങനെ ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട വേണ്ട, ഇനി ഇതൊന്നും നീ കുടിക്കണ്ട, ഇനിയും വയറുവേദന ഉണ്ടാവും. അതൊന്നുമില്ല ആദർശേട്ടാ, ഇങ്ങ് തന്നെ ഞാനൊന്ന് നോക്കട്ടെ. നയനെ അത് കുടിച്ചിട്ട് പറയുന്നുണ്ട്, അമ്മേ ഈ ജ്യൂസ് അല്ല മുമ്പേ ഞാൻ കുടിച്ചത്. മോൾ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ തന്നെയല്ലേ മാംഗോ ചെത്തി ക്ലീനാക്കി ജ്യൂസാക്കി മോക്ക് കൊണ്ട് തന്നത്. ഞാനിവിടെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടല്ലേ മോളെ വിളിക്കാനായിട്ട് മുകളിലേക്ക് വന്നത്. മോള് താഴെ വന്ന ഉടനെ അതെടുത്ത് മോളുടെ കൈ തരികയും ചെയ്തു. അമ്മേ, ഞാൻ പറഞ്ഞ സത്യമാണ്, ഞാൻ മുമ്പേ കുടിച്ച ജ്യൂസ് ഇതല്ല.
അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ കുടിച്ചപ്പോഴേ വേറെന്തോ ടേസ്റ്റാണ് വരുന്നതെന്ന്. ഭയങ്കര ഒരു സൈസ് കൊഴുപ്പ് രുചിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അപ്പം തന്നെ അമ്മയോട് പറഞ്ഞത്. മോൾ എന്താ പറയുന്നേ? അപ്പോൾ ഇതല്ലേ മോള് കുടിച്ച ജ്യൂസ്? എന്താ അമ്മേ, എന്താ ഈ സംഭവിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മോക്ക് ഈ മാങ്ങാ ജ്യൂസ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് മോളെ വിളിക്കാനായിട്ട് മുകളിലേക്ക് കയറി വന്നത്. തിരിച്ചു വന്നിട്ട് ഞാൻ ആ ജ്യൂസ് എടുത്ത് മോളുടെ കയ്യിൽ തരികയും ചെയ്തു. അത് കുടിച്ചതിന് ശേഷം മോള് മുകളിൽ പോയി കിടക്കുകയും ചെയ്തു. അല്ല, ഇത് കുടിച്ച് എത്ര നേരം കഴിഞ്ഞാണ് മോക്ക് വയറുവേദന ഉണ്ടായത്? ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് നല്ല കലശലായ വേദനയുണ്ടായി ആദർശേട്ടാ എന്നിങ്ങനെ പറയണം നയന. ആദർശ് ചോദിക്കുന്നുണ്ട്, ഇനി മാങ്ങാ ജ്യൂസിന് പകരം ആരെങ്കിലും വേറെന്തെങ്കിലും മാറ്റി വെച്ചതായിരിക്കും അമ്മേ? എടാ, അതിനിപ്പോൾ ആരാടാ അങ്ങനെ ചെയ്യുന്നേ? പണ്ടൊരുത്തി ഉണ്ടായിരുന്നു, ആ അനാമിക. അവൾ ഇവിടുന്ന് പോയില്ലേ, ഇനി വേറെ ആര് ചെയ്യാനാ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുകയാണ്. എൻ്റെ മോക്ക് ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കി വെച്ചതാ. അതാമേ ഞാനും പറഞ്ഞത്. മാങ്ങാ ജ്യൂസിൻ്റെ ടേസ്റ്റ് എനിക്കറിയാമല്ലോ. പക്ഷേ അത് മാങ്ങാ ജ്യൂസ് ആയിരുന്നില്ല. ഞാനത് കുടിച്ചപ്പോൾ എനിക്ക് നല്ല സംശയം തോന്നിയിരുന്നു. പിന്നെ അമ്മ അത് ഫ്രഷ് ജ്യൂസാന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാനും അത് വേറെ എന്തെങ്കിലും ഫ്ലേവറുള്ള മാങ്ങയുടെ ആയിരിക്കും എന്നിങ്ങനെ ചിന്തിച്ചത്. എങ്കിലും എൻ്റെ മോളെ, ഈ ചതി നിന്നോട് ചെയ്തത് ആരാണ്? അപ്പോഴേക്കും ആദർശ് ദേവയാനിയോട് പറയാണ്, അമ്മേ ഞാനൊരു കാര്യം പറയാം. ആദർശ് ജലജയപ്പച്ചിയും അതുപോലെ അബിയും രണ്ടുപേരുടെ സ്വഭാവം എന്താണെന്ന് അമ്മയ്ക്കറിയാലോ. അതുകൊണ്ട് തന്നെ നയനയുടെ മേലൊരു കണ്ണ് അമ്മയ്ക്ക് എപ്പോഴും വേണം. അവൾക്ക് കൊടുക്കുന്ന ആഹാരത്തിലും അതുപോലെ അവളുടെ ബാക്കി എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി വേണം അമ്മ ചെയ്യാൻ. എപ്പോഴും അമ്മയുടെ ഒരു ശ്രദ്ധ നയനയുടെ മേലെ വേണം. ആ രണ്ടുപേരെ അവരുടെ സ്വഭാവം അമ്മയ്ക്കറിയാലോ. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ശരിയാ മോൻ പറഞ്ഞത്. രാവിലെ തൊട്ട് ആ ജലജ അടുക്കള ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയായിരുന്നു. ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ പോലും ജലജയ്ക്ക് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവളെ പേടിക്കണം. ഇനി അവൾ ഇതിനകത്ത് വല്ലതും വേറെന്തെങ്കിലും ചേർത്തതായിരിക്കുമോ മോനെ? അപ്പോൾ ആദർശ് ചോദിക്കുകയാണ്, അല്ല നയനെ, നിനക്കത് കുടിച്ചപ്പോൾ എന്തിൻ്റെ ടേസ്റ്റായിട്ടാണ് തോന്നിയത്? അത് പിന്നെ അമ്മേ, എനിക്കത് കുടിച്ചപ്പോൾ ഒരു കപ്പളങ്ങാപ്പഴത്തിൻ്റെ ടേസ്റ്റായിട്ടാണ് തോന്നിയത്. എൻ്റെ ഈശ്വര, കപ്പളങ്ങാപ്പഴത്തിൻ്റെ ടേസ്റ്റോ എന്ന് ചോദിക്കുകയാണ് ദേവയാനി. അതേ അമ്മേ, നല്ല പഴുത്ത കപ്പളങ്ങാപ്പഴത്തിൻ്റെ ടേസ്റ്റ്. അത് കുടിച്ചപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞില്ലായിരുന്നോ വേറെന്തോ ഒരു രുചിയാണ് എനിക്ക് വരുന്നതെന്ന്? പക്ഷേ അമ്മ അത് നല്ല മാമ്പഴമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ അതത്ര ശ്രദ്ധിക്കാഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇതാരോ മനഃപൂർവ്വം ചെയ്ത പണിയാണ്. മാംഗോ ജ്യൂസ് മാറ്റി പപ്പായ ജ്യൂസ് അവിടെ വെച്ചതായിരിക്കണം. ആരാ ഇത് ചെയ്തെങ്കിലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്നിങ്ങനെ ദേവയാനി പറയുന്നുണ്ട്. എൻ്റെ കൈകൊണ്ട് തന്നെ എൻ്റെ മകൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ആര് നോക്കിയാലും ആര് ശ്രമിച്ചാലും അവരെയൊന്നും ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശും ദേവയാനി നയനയും കൂടെ അടുക്കളയിലേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ആകെപ്പാടെ നരിച്ച് പിറക്കുന്നുണ്ട് രണ്ടുപേരും. ഈ സമയത്ത് അബി ആ കപ്പളങ്ങ ജ്യൂസ് കൊണ്ടുവന്ന് ആ കുപ്പി വേസ്റ്റ് ബാസ്കറ്റിൽ കിടന്ന് അവർക്ക് കിട്ടുകയാണ്. അതെടുത്ത് ആദർശ് കയ്യിലടിച്ച് എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇതല്ലേ നീ കുടിച്ചതെന്ന്? അതേ ആദർശേട്ടാ, ഇത് തന്നെയാണ് ഞാൻ കുടിച്ചത്. കണ്ടോ അമ്മേ, ആരോ ഇവിടെ കപ്പളങ്ങ ജ്യൂസ് കുപ്പിയിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം മനഃപൂർവ്വം ഗ്ലാസ്സിലെ ജ്യൂസ് മാറ്റി അതിനകത്ത് ഒഴിച്ചു വെക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. ഈശ്വര, ഗർഭിണിയായ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കാണ് ഈ മനസ്സ് വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേറെ ആര് ചെയ്യാനാമേ? അനാമികയല്ലെങ്കിൽ അത് അപ്പച്ച തന്നെയായിരിക്കും. അവള് ഇങ്ങനെയൊക്കെ ചെയ്യുമോ, അതും ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കാൻ? എൻ്റെ പൊന്നമ്മേ, അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയേ. അനാമിക പാലിൽ വിഷം കലക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടും എല്ലാം സ്വന്തം മകൻ്റെ കുഞ്ഞിനെ കളയാൻ വേണ്ടി അവർ കൂട്ടുനിന്നില്ലേ? മരിച്ചാൽ മരിക്കട്ടെ എന്ന് കരുതി ഒന്നും മിണ്ടാതെ നോക്കി നിന്നവരല്ലേ അവർ. അപ്പം പിന്നെ അവർ നയനോട് ഇത് ചെയ്തതിൽ എന്താ അതിശയമയുള്ളത്? അതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്, ഇവൾക്ക് എന്ത് കൊടുത്താലും അതിൻ്റെ പൂർണ്ണ ശ്രദ്ധ അമ്മയ്ക്കുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർ നമ്മളെ ചതിക്കും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങോട്ടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വരുന്നുണ്ട്. എന്താടാ, എന്താ കാര്യം, എന്താ പ്രശ്നം എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ്. മോൾക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേനും, അത് പിന്നെ അച്ഛാ, ഞാൻ രാവിലെ മോൾക്ക് വേണ്ടിയിട്ട് മാങ്ങ ഫ്രഷ് ആയിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിരുന്നു. മോളെ മുകളിൽ പോയി വിളിച്ചോണ്ട് താഴെ വന്ന് ഞാനത് കൊടുത്തപ്പോഴത്തേക്കിനും ആരും അത് മാറ്റി പപ്പായ ജ്യൂസ് ഒഴിച്ചു വെച്ചിരുന്നു.
ഇതൊന്നും അറിയാതെ ഞാനതെടുത്ത് മോക്ക് കൊടുക്കുകയും ചെയ്തു. മോൾ അത് കുടിക്കുകയും ചെയ്തു. അങ്ങനെ മോക്ക് വയറുവേദന ഉണ്ടായി. അവളെ കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്തായാലും മോക്കും കുഞ്ഞിനും ഒരു കുഴപ്പമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ആരായിരിക്കും ആ ജ്യൂസ് അങ്ങനെ മാറ്റി ഒഴിച്ചു വെച്ചത്? അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, വേറെ ആരെയാച്ചാ ഈ മുത്തശ്ശ ഇപ്പം സംശയിക്കുന്നത്? നേരത്തെ ആണെങ്കിൽ അനാമികയായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറയാമായിരുന്നു. അവൾ പോയപ്പോൾ പിന്നെ വേറെ ആരാ? അപ്പച്ചി തന്നെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് അവളാ ഇത് ചെയ്തതെന്ന് നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ. തെളിവൊന്നുമില്ല മുത്തശ്ശി, പക്ഷെ എനിക്ക് ഉറപ്പാണ് ഇത് ചെയ്തത് ആ അപ്പച്ചി തന്നെയാണ്. അപ്പോൾ ജാനകി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം? ജാനകിയോട് നടന്ന കാര്യങ്ങളെല്ലാം ദേവയാനി പറയുന്നുണ്ട്. അപ്പം ജാനകി പറയുന്നു, അത് ചിലപ്പോൾ ശരിയായിരിക്കും. നേരത്തെ ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ ജലജ അവിടെ നിന്ന് ജ്യൂസ് കുടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. ഞാനപ്പോൾ ഇച്ചിരി തിരക്കായിരുന്നതുകൊണ്ട് ഒന്നും മിണ്ടാതെ അങ്ങ് പോവുകയും ചെയ്തു. ആ ജ്യൂസിൻ്റെ ബാക്കിയുണ്ടോയെന്നറിയാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് ജാനകി പറയുന്നുണ്ട്. കണ്ടോ ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കി വെച്ച ജ്യൂസിനെ അവൾ എടുത്ത് കുടിച്ചിട്ട് അവൾ ആ ഗ്ലാസ് ഫില്ല് ചെയ്ത് വെച്ചു എന്ന് ദേവയാനി പറയുമ്പോൾ ജാനകിയും പറയുന്നുണ്ട്, ചിലപ്പോൾ ജലജ അങ്ങനെ ചെയ്യുമായിരിക്കും എന്നല്ല, അവൾ ചെയ്യും. അവളുടെ സ്വഭാവം അങ്ങനത്തെയാ. എൻ്റെ പൊന്ന ആദർശ് മോനെ, നീ ഇനി ശ്രദ്ധിച്ചോണം. ഒരു ദേവയാനി നിന്നോടും കൂടെയാ. ഒരു CCTV ക്യാമറ അത്യാവശ്യമായിട്ട് വെക്കണം. അങ്ങനെയെങ്കിലും അവൾക്കൊരു പേടിയുണ്ടാവുമല്ലോ. നയനമോളെ വയറ്റിലെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്യും. സ്വന്തം മരുമകളുടെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാൻ അവൾ നോക്കിയവളല്ലേ. അതുകൊണ്ട് തന്നെ ഇതൊന്നും അവൾക്ക് വലിയ കാര്യമായിരിക്കില്ല. ഇവിടെ എവിടെയെങ്കിലും ഒളിഞ്ഞു നിന്ന് അവൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അവൾക്കിട്ടുള്ള പണി എന്തായാലും ഞാൻ കൊടുത്തോളാം. ദേവയാനി എന്തായാലും നയനമോളെ പൊന്നുപോലെ നോക്കിക്കോ എന്നിങ്ങനെ മുത്തശ്ശൻ പറയാണ്. ശരി അച്ഛാ, ഇനി ഒരിക്കലും ഇങ്ങനൊരു അബദ്ധം എനിക്കുണ്ടാവില്ല. ഇനി എൻ്റെ മോളുടെ ദേഹത്ത് ഒരു നുള്ളി മണ്ണിടാൻ അവൾ ശ്രമിച്ചാലേ അവളെ ഞാൻ കൊന്നുകളയും എന്നിങ്ങനെ ദേവയാനി പറയാണ്. എന്തായാലും ആദർശ് മോൻ ഇന്നിനി ഓഫീസിലേക്ക് പോകണ്ട, നയനമോടെ കൂടെ തന്നെ നിന്നാൽ മതി. അവൾക്കൊരു ആശ്വാസം ആകട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ ശരി മുത്തശ്ശ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ നിന്ന് പോവാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ട്, ഇവളുടെ സ്വഭാവം ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും? അനാമികയായിരുന്നു ആദ്യം ആളെ കൊല്ലാൻ നടക്കുന്നവള്. അവളുടെ പുറകെ ദാ ഇവളും. ആ നയനമോക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ എന്ത് ചെയ്തേനെ? അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടല്ലോ, അപ്പോൾ ഒന്നും സംഭവിക്കില്ല. അന്ന് ആ നവിമോളോട് തന്നെ അത്രയും വലിയ പാവം ചെയ്താൽ നോക്കിയവളല്ലേ ആ അനാമിക. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ദൈവം എല്ലായിടത്തു നിന്നും നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കാത്തോളും എന്നിങ്ങനെ മുത്തശ്ശൻ പറയാണ്. അങ്ങനെ മുത്തശ്ശിയും അത് പറഞ്ഞ് ആശ്വസിക്കുകയാണ്. ഈ സമയം ജലജയും അമ്പയും നടക്കാത്ത കാര്യത്തെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്.